വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഏറാമല ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് കോമത്തുമുക്ക് നമ്പിടിക്കണ്ടി റോഡ് നാടിന് സമർപ്പിച്ചു. ഏറെക്കാലത്തെ സ്വപ്നമാണ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി സഫലീകരിച്ചത്. വളരെയധികം പ്രയാസപ്പെട്ടാണ് ഈ റോഡിൽ കൂടി വിദ്യാർത്ഥികളും പ്രായമായവരും നടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക റോഡ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ റോഡ് അങ്ങേയറ്റം ദയനീയമായ ഒരു റോഡായിരുന്നു എന്നുള്ളതാണ്. കാരണം താഴ്ചയിലേക്കുള്ള ഒരു റോഡാണ്. നമുക്കറിയാം, വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കൊണ്ട് അങ്ങേയറ്റം കുണ്ടും നടന്നു പോകാൻ പ്രയാസമുള്ള ഒരു റോഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം ഇന്ന് ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം, നമുക്ക് കയറിക്കിടക്കാൻ സ്വസ്ഥമായ ഒരു വീട്, നമുക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ വീട്ടിൻ്റെ അരികിലൂടെ ഒരു റോഡ്, അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിലൊക്കെ വെളിച്ചം, രാത്രി വെളിച്ചമുണ്ടാവുക. ഇത്രയും അടിസ്ഥാനപരമായ വികസനമാണ് ഒരു പ്രദേശത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഏറാമല ഗ്രാമപഞ്ചായത്ത് 2021 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതിയിലും കൃത്യമായി ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ 19 വാർഡുകളിലും ഇതുപോലെ അങ്ങേയറ്റം മോശപ്പെട്ട റോഡുകൾ, ഒരുപാട് റോഡുകളുണ്ട്. നമ്മുടെ പദ്ധതിയിൽ MGNRS തൊഴിലുറപ്പ് പദ്ധതിയിൽ ആദ്യമായി ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മൾ റോഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരു 40-42ഓളം റോഡുകൾ ഈ 2 വർഷത്തിനിടയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ 1 വർഷവും 8 മാസവും ബാക്കി നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള പദ്ധതികളും മറ്റ് പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും ഉപയോഗിച്ചൊക്കെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷുഹൈബ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ആളുകൾക്ക് പ്രാധാന്യം നൽകുന്ന കോമത്തുമുക്ക് നമ്പിടിക്കണ്ടി റോഡ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ഏറെക്കാലം ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു റോഡായിരുന്നു ഇത്. നമുക്കറിയാം, ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സൈറ്റിലേക്ക് പോകുന്ന റോഡ് എന്നുള്ളതിൻ്റെ പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാരണം ഈ റോഡിൽ കൂടി പോകാൻ വലിയ പ്രയാസമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ ഒന്ന് നന്നായിട്ട് പെയ്താൽ വെള്ളം കയറി വെള്ളം കൊണ്ടുള്ള ഒരു പ്രയാസം ഒരു ഭാഗത്ത് വരുമ്പോൾ യാത്ര പോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു റോഡ് കൂടി ഉണ്ട് എന്നുള്ള കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മനോഹരമായ റോഡ് നിർമ്മിച്ചത്. ഏതൊരു വികസനവും നാട്ടിൻ്റെ നന്മയാണ്. നമുക്കറിയാം, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വികസന സമിതി കൺവീനർ സൂചിപ്പിച്ചു, ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റോഡ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഈ വർഷത്തെ വാർഷിക പദ്ധതി കഴിഞ്ഞതിന് ശേഷം ഏകദേശം റോഡുകളും നമുക്ക് ടാർ ചെയ്യാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനോ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിവിടെ മെമ്പറായി വരുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. നമ്മൾ ജനപ്രതിയായി വന്നു കഴിഞ്ഞാൽ ആ ജനപ്രതി ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പ്രദേശത്തിൻ്റെ ആളുകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള വിശ്വാസമുണ്ട്. MK വിനോദൻ, സുലൈമാൻ KE, രാജൻ പുത്തൻപുരയിൽ, തരിപ്പയിൽ കുഞ്ഞബ്ദുള്ള, പവിത്രൻ കോമത്ത്, വിനോദൻ പുനത്തിൽ, നിതീഷ് നമ്പിടിക്കണ്ടി, രജീഷ് കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു.